ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ പ്രവർത്തനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇത് ഇവിടെ വെച്ചിട്ടാണ് ഈ സ്വാഗതം പറയണ മനുഷ്യ ഇപ്പഴേ സ്വാഗതമുള്ളൂ. ഇപ്പോഴാ സ്വാഗതമാണ്. അതെ. അപ്പൊ മറ്റേത് കൊറേ ഇത്ര നേരം പറയുന്നത് മണ്ടനാണോ? ഇപ്പൊ കൊറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഞങ്ങള് വീഡിയോ ഇടുന്നത്. ഇടയ്ക്ക് ഇത് ലൈറ്റ് കത്തണം നോക്കിയോളൂ. അപ്പൊ മനുഷ്യ അപ്പൊ ഇന്നൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വേറെ ഒന്നല്ല. എന്നോട് ചോദിച്ചു അമ്മയുടെ കുക്കിംഗ് വീഡിയോ മിസ് ചെയ്യണു, അമ്മയെ മിസ് ചെയ്യണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പഴയ ഞാൻ എവിടെ, എന്നെ ഞാൻ അന്വേഷിക്കുക. പഴയ ഞാനൊക്കെ മണ്ണിന്റെ അടിക്ക് പോയി തോന്നുന്നു. ഞാനില്ലാണ്ടാവണ ഓരോ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. ലൈഫില് എന്തൊക്കെയോ മാറ്റങ്ങൾ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ എൻ്റെ ഇടയിലാണ്. ഈ അച്ഛനും മക്കളും ഇല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവരുണ്ടെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിൽ പറയില്ലേ, എന്ത് കാര്യങ്ങളും ഞാൻ എത്തിച്ചു പിടിക്കും. പക്ഷെ ഇവരില്ലെങ്കിൽ താഴത്ത് വീണ പ്ലാവിൻ്റെ ഇല പൊക്കി മറിച്ചിടാൻ പറ്റില്ല. അതാണ് എൻ്റെ അവസ്ഥ. എന്താ ചെയ്യാ ഒന്ന് മാന്തി കുറച്ച് താഴത്തേക്ക് അപ്പൊ ഞാനല്ല കുഴപ്പക്കാരെന്ന് മനസ്സിലായിപ്പോ. അയ്യോ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ഫുള്ളും പൊന്നുവിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾ ഇത് പറയാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ട? ഒരിക്കലല്ല. എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ മനസ്സിന് സുഖമൊന്നുമില്ല. അപ്പൊ ചേച്ചി ഒന്ന് ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ചെയ്യാം. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ എഡിറ്റ് ചെയ്യാൻ മാനസികാവസ്ഥ വന്നിട്ടില്ല. അതാണ്. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും, എല്ലാവരോടും സംസാരിച്ചിരുന്നു. മനസ്സിന്റെ ചെറിയ ഭാരം. കുറെ ആൾക്കാരാണ് നിങ്ങൾ കള്ളത്തരാണ് പറയണത്, നിങ്ങളുടെ മോള് നിങ്ങളോട് ബന്ധം, നിങ്ങൾ എന്തെങ്കിലും കള്ളത്തരം പറയണത്, നിങ്ങൾ സത്യങ്ങൾ പറയുള്ളൂ എന്ന് അങ്ങനെ കുറെ സത്യാണ് അവര് പറയണില്ലേ. അയ്യോ, ഇത് ഇവിടെ ചോറ് ഞാൻ എനിക്ക് മാന്തിട്ട് ശരിയാണ്. അവിടെ കുറച്ചുകൂടി നേരത്തേക്ക് നേക്കെ വളർത്തി കൂടുന്നു. വേദനിക്കണം, ദേശം വേദനിക്കണം മനുഷ്യ. ഹായ് ചേച്ചി, എൻ്റെ പേര് ശ്രേയ എന്നാണ്. ഞാൻ കോഴിക്കോട് നിന്ന് സബ്സ്ക്രൈബർ ആണ്. ഓണോ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുന്നു. തിരക്കാണെങ്കിലും വീഡിയോസ് മുടങ്ങാതെ കുക്കിംഗ് വീഡിയോസ് പ്രത്യേകിച്ചും എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വായിക്കാതെ പോകല്ലേ. ആദ്യം തന്നെ ശ്രേയയുടെ കമന്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ വായിച്ചത്. പോരെ ശ്രേയ, സന്തോഷമായില്ലേ? ശ്രേയം ഇതേപോലെ ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഓണമില്ല. എന്നാലും നമ്മള് ഓണം ഇല്ലെങ്കിലും നമ്മുടെ വീട്ടില് സദ്യ ഒന്നും ഉണ്ടാക്കണില്ല, പൂക്കൾ ഇടണില്ല. ആ കാര്യം കുടിക്കോട് ഞാൻ നിങ്ങള് പറഞ്ഞിട്ടുണ്ട്. അതിൽ അത്താണെന്നൊന്നും പറഞ്ഞിട്ട് തൃശ്ശൂര് പോയിട്ട് വർക്കുണ്ട്. പൂക്കളം വടക്കുന്നാഥേക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പോഴാണ് പൂക്കളം കണ്ടപ്പോഴാണ് കുട്ടിയോട് മനസ്സിലായത് അത്താൻ കഴിഞ്ഞ് പൂവൊക്കെ ഇടാറായി. എന്നിട്ട് എന്നോട് കുറെ കരഞ്ഞു. അപ്പോ ധനുഷിന്റെ വീട്ടിൽ പോയി പൂക്കളിടാന്ന് പറയുന്നുണ്ട്. ധനുഷിന്റെ വീട്ടിൽ പോയി പൂക്കളിടാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ധനുഷ് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട്. അത്ര അപ്പുറത്തെ വീടാണ്. അപ്പൊ അവിടെ പോയിട്ട് പൂ മേടിച്ചോണ്ടിട്ട് അവിടെ ഇടാട്ട അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് പൂക്കളിടാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ നമ്മുടെ വീട്ടിൽ പൂക്കളിടാൻ പറ്റാത്ത ഇടുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ന്യൂ ബിസിനസ് എങ്ങനെ പോകുന്നു? നല്ല നിലയ്ക്ക് പോകുന്നു. ചില ദിവസം കച്ചവടം, ചില ദിവസം കച്ചവടം കുറയും. ഇതൊക്കെ അങ്ങനെ തന്നെയല്ലേ എല്ലായിടത്തും. അതുപോലെയൊക്കെ രണ്ടാൾക്കാർക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള തെറ്റോണ്ടല്ല. നിങ്ങൾക്ക് ഇന്ന് ബുക്കിംഗ് വന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്തായാലും അയച്ചിരിക്കും. പറഞ്ഞില്ല, കൊറിയർ 2 പേർക്ക് കിട്ടാണ്ട് ചെറിയൊരു വിഷമമുണ്ട്. അത് അവരേറ്റവും കൂടുതൽ വിഷമം ഞങ്ങൾക്കാണ്. അവർക്ക് ഓണായിട്ട് കിട്ടേണ്ടതായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അവര് ബുക്ക് ചെയ്ത സാധനം നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ചുരിദാർ അയച്ചു കൊടുക്കാം, സ്പീഡ് ബോക്സിൽ അയച്ചു കൊടുക്കണം. ഓണായിട്ട് അടിച്ചിട്ട് പിന്നെ ആ സ്റ്റോക്ക് ഞാൻ എന്തായാലും ഇറക്കുമ്പോൾ ആ കുട്ടിക്ക് അയച്ചു കൊടുക്കാം അത് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതൊരു വിഷമമായിരിക്കും. നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരും പറ്റിക്കില്ല. ഞാൻ നിങ്ങളോടൊരു വിശ്വാസം സത്യം പറയാം. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞാൻ ആരും പറ്റിക്കില്ല. പിന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ട കളർ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊന്നും പറയരുത്. വീഡിയോയിൽ വരുമ്പോൾ പല ഫോണുകളാണ്. അപ്പൊ അതിൻ്റെതായ മാറ്റമാണ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്രയും നിങ്ങൾക്ക് കളറിന് ഒരു ചെറിയ ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് കളറ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അല്ലാണ്ട് നമ്മളോട് പറയുന്നത് സംസാരിക്കാനോ പിടിക്കാനോ നിൽക്കരുത്. അങ്ങനെയുള്ള ഒരു വീഡിയോ കോൾ. അപ്പൊ നമുക്ക് നമ്മുടെ ബിസിനസ്സും നമ്മുടെ വീടും കാര്യമല്ല, ഒരുപാട് തിരക്കുകളുണ്ട്. ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സത്യത്തില്. അങ്ങനെ ഒരുപാട് സ്നേഹം മാത്രം. ഓണത്തിന് പൊന്നു കുഞ്ഞിനും ഒക്കെയുള്ള വീഡിയോ ഇടണം.
ചേച്ചി വെയിറ്റിംഗ് ഇന്ന് ഡേ ചെയ്യൂന്ന് ചേച്ചിയുടെ വെയിറ്റിംഗ് ഇങ്ങനെ ഉരുകി ഇരിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ഒക്കെ കുറഞ്ഞോളും. നിങ്ങളൊക്കെ നാളൊരു അമ്മയായി പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ആകുമ്പോൾ നമ്മളിങ്ങനെ ഉരുകി നമ്മൾ വെള്ളത്തിൽ ചെറുപ്പത്തിൽ കണ്ട ആ ചോരത്തിളപ്പ് തടയുന്നില്ലോ, അതിങ്ങനെ ഓരോ അമ്മമാർക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ വിഷമമ്പോൾ ആ ചോരത്തിളപ്പും തിളക്കൊക്കെ പോവും. അങ്ങനെയുള്ള പോക്ക് തന്നെ. പിന്നെ ഈ ഉള്ളൊരു തുടുപ്പ് അതിങ്ങനെ എപ്പുറത്ത് ഈ ഒരു ആളുള്ളതുകൊണ്ട് ഇങ്ങനെ തുടിച്ച് കാണുന്നു. കുറച്ച് നേരത്തെ പറഞ്ഞ് എനിക്ക് പനി വന്നപ്പോ എന്നെ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞോട്ടെ. ഞാൻ നോക്കാണ്ടിരുന്നിട്ട് ഗുളിക എടുത്തിട്ട് വായിൽ വെച്ച് കൊടുത്തു എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത തൊണ്ടയെ കുടുങ്ങി ചത്തു പോകട്ടെ ആഗ്രഹിച്ചിട്ടില്ല. എന്നിട്ട് പറഞ്ഞതാണ് വേറൊരാള് ചേച്ചി വന്നപ്പോ പറഞ്ഞതാണ് താഴത്തെ കടയിലത്തെ ആള് വന്നപ്പോ പറഞ്ഞത്. അതല്ലേ ആ ഒരു കുട്ടിക്ക് കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ എന്തിനാണ് കല്യാണം പറഞ്ഞിട്ടുണ്ടല്ലോ വയ്യാതെ ഓയ്ക്കുന്നല്ല പനിയുടെ എന്താ ചെയ്ത് ആരും ഗുളി എടുത്ത് വായിട്ടോ. അതിപ്പോ ഞാനും പനിച്ച ഞാൻ അടുത്ത് വയ്ക്കുന്ന രാത്രി തീരെ വയ്യാണ്ട് ഇവിടെ കിടന്നു. എന്നിട്ട് ഞാൻ നിർബന്ധിച്ചിട്ട് പനിയുടെ ഗുളിക എടുത്ത് കൊടുത്തിട്ട് അവരോട് വന്നപ്പോ കല്യാണം കഴിഞ്ഞപ്പോ അല്ല ഞാന് അല്ല ആ ഒരു കുട്ടിയുടെ ലൈഫിൽ ട്രാജഡി വന്നപ്പോ ഇനിയും കല്യാണം ഞാൻ എന്തിനാ ഇപ്പൊ പൂമ്പാറ്റ പോലെ പറന്നു നടക്കണം. അങ്ങനെ പറന്നു വെറുതെ കെട്ടിയിട്ട് ഇന്നലെ എന്റെ പോലെ ഇങ്ങനെ നടന്ന് അനുഭവിക്കേണ്ടി വരും. എന്റെ ഭർത്താവിനോട് ഞാൻ ഹാപ്പിയാണ്. കുറെ കാര്യങ്ങളോട് ഞാൻ ഹാപ്പി അല്ല. ഭർത്താവിൽ നിന്നല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അല്ലെങ്കിൽ ആ പേരെടുത്ത് ചെവിട്ട് കുത്തിയിട്ട് ഞാൻ ആൾക്കാർക്ക് ചെവിക്ക് കുഴപ്പവും അവര് കേട്ടത് പകുതിയാവുന്നിട്ട് അവസാനം പറയും ഈ മനുഷ്യൻ തന്ത എന്തെങ്ങനെ ഉറങ്ങാനാണ് വന്ന്. മൈഗ്രെയിൻ അമ്മ ഇപ്പൊ എന്ത് ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നത്? ഇപ്പോൾ എങ്ങനെയുണ്ട്? മൈഗ്രെയിന്റെ ഗുളിക ഒരു 10-15 മേടിച്ച് ബാഗിൽ വെച്ചിട്ടുണ്ട്. മൈഗ്രെയിൻ വരും, അതെടുത്ത് കഴിക്കും. തൽക്കാലം 2-3 നേരം കഴിക്കുമ്പോൾ അതൊന്ന് കുറയും. അങ്ങനെയാണ് ഇപ്പോഴത്തെ എന്റെ ചികിത്സ. എന്റെ വക ഞാനുണ്ട്, ഒരു മെഡിക്കൽ ഷോപ്പുകാരനും ഉണ്ടാവും ചികിത്സയിൽ. ഡോക്ടറൊന്നും ഇല്ല. അതായത് ഈ ഫോണിലും കൂടി കൂടുതൽ കൈകാര്യം ചെയ്യുമ്പോ പിന്നെ ഒരുപാട്. ചേച്ചി ഓണം വീഡിയോ എല്ലാവരും ഉള്ള വീഡിയോ ഇടണേ, മിസ്സിങ് തോന്നുന്നു വീഡിയോസ്. എനിക്ക് എന്റെ കുടുംബം കൈവിട്ടു പോയിട്ട് എത്രയോ നാളെ ആ മിസ്സിങ്ങില് ഞാൻ ഇരിക്കുന്നു. ഒക്കെ ശരിയാന്ന് പ്രതീക്ഷിക്കാം. പൊന്നു എന്താണ് നിങ്ങളോട് വ്ളോഗിൽ കാണാത്തത്? പൊന്നു വീട്ടിൽ വരുന്നില്ല ഇപ്പൊ, അതുകൊണ്ടാണ് പൊന്നുവിന്റെ വീഡിയോയിൽ കാണാത്തത്. ഇപ്പൊ ഞങ്ങൾ മാത്രമല്ലോ ഞങ്ങളുടെ വീട്ടിൽ. പൊന്നു അല്ലെങ്കിലും പൊന്നുവിന്റെ വീട്ടിലാണ്. അപ്പൊ ഇടയ്ക്കൊക്കെ അവൾ വന്നിരുന്നു. ഇപ്പൊ അവന് വരവില്ല, അവര് യാത്രകളിലാണ്, അതുകൊണ്ടാണ് കാണാത്തത്. ഷോപ്പ് എവിടെയാണ്? ഷോപ്പ് കുന്നോളത്ത് പുതിയ ബസ് സ്റ്റാൻഡ്. അത് കൊറേ ആൾക്കാർ ചോദിക്കുന്നത് കറക്റ്റ് പറഞ്ഞിട്ട്. കുന്നോളം പുതിയ ബസ് സ്റ്റാൻഡ്. ഷോപ്പ് എവിടെയെന്ന് ആർക്കറിയില്ല നമ്മൾ പറയേണ്ടതാണ്. കുന്നംകുളത്ത് പുതിയ ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ്. ബസ് സ്റ്റാൻഡിൽ ഒരു 5 മിനിറ്റ് ബസ് ഇറങ്ങ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നതിന്റെ കവാടം കഴിഞ്ഞിട്ട് പുറത്തേക്ക് 2-3 വഴി അതുകൂടെ ഇറങ്ങിയിട്ട് കവാടം കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. എന്നിട്ട് ഫ്രണ്ടിൽ ഇറങ്ങിയിട്ട് റൈറ്റിലേക്ക് നടക്കാം. റൈറ്റ് മനസ്സിലാവാത്തവർക്ക് വലത്തെ കൈ എനിക്ക് മനസ്സിലാവില്ല. ചിലപ്പോ റൈറ്റ് ലെഫ്റ്റ് തെറ്റാറുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തെറ്റാറില്ല, പണ്ട തെറ്റാണ്. ഇപ്പൊ ഞാന് കൈ ഒടിഞ്ഞ കൈ ലെഫ്റ്റ്, ഓപ്പറേഷൻ കഴിഞ്ഞത് റൈറ്റ്. ഒരു കൈ ഒടിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ റൈറ്റ് മനസ്സിലാക്കാൻ വേണ്ടി അടുത്തത് കൊണ്ടിറക്കണ്ട. എല്ലാം ഒടിഞ്ഞത് ലെഫ്റ്റ്, എല്ലാം രണ്ടും. ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ പകുതിക്ക് വെച്ച് നിർത്തിയത്. നമ്മുടെ താഴെ നമ്മുടെ ബേക്കറിയാണ്. മൂപ്പര് ഞങ്ങളോട് പറയുന്നുണ്ട് ഷോപ്പ് അടച്ചിട്ട് പോണു. പിടിച്ചില്ലേ? ഞാൻ പറഞ്ഞത് അത് പോകുമ്പോ പറഞ്ഞ എനിക്ക് എന്തെങ്കിലും വെച്ചിട്ട് നീ എന്തെങ്കിലും തന്നിട്ട് വെക്കും കഴിക്കാൻ. നമുക്കിങ്ങനെ കുറെ സ്നേഹബന്ധങ്ങളുണ്ട്. ഒരു പക്ഷെ രക്തബന്ധനത്തെക്കാളും ഉപരി നമ്മൾ മനസ്സിലാക്കി സ്നേഹിക്കണം. അങ്ങനെ ഒരു 1-2 ആൾക്കാർ ഇപ്പൊ നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് കിട്ടി. ഈ ഷോപ്പ് വഴി ഒരു ബന്ധം കിട്ടി. ഈ ഷോപ്പ് 2-3 വർഷമായെങ്കിലും ആ കുട്ടിയും ഇവിടെ 2-3 വർഷമായെങ്കിലും ഞങ്ങള് ആ കടയുടെ ഓപ്പണിങ്ങിനൊക്കെ അന്ന് നമ്മൾ അങ്ങനെ ഒരു അടുപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കാറില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നപ്പോഴാണ് കേട്ടോ ഒരു അടുപ്പായത്. പോവായിരുന്നു. അങ്ങനെ അമ്മയ്ക്കും അച്ഛനും എല്ലാവിധ ഐശ്വര്യങ്ങളും നല്ല ആരോഗ്യവും ഗുരുവായൂർ അപ്പൻ നൽകട്ടെ. ഒരു അസുഖങ്ങളും ആപത്തോടും കൂടാതെ ഇനി ഒരുപാട് കാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരുമിച്ച് ജീവിക്കാൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷം. അപ്പൊ ഒരു അച്ഛൻ അമ്മ എന്ന് നമ്മളെ നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തരുന്ന ഒരു സ്ഥാനം എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മുടെ ദീർഘായുസ്സിന് പ്രാർത്ഥിക്കണമാതിരി തിരിച്ചും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നെ സ്നേഹിക്കുന്നവരാണ് എന്റെ വീഡിയോസ് കാണുന്നത്. അപ്പൊ എന്നെ സ്നേഹിക്കുന്നവരാണ് എന്റെ ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് എടുക്കണമെന്നും എനിക്കറിയാം. ഒരു മിനിറ്റ്. വീണ്ടും നമ്മുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കുറച്ച് സംസാരിക്കുന്നത് കട്ടാക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ അടുത്തത് പിന്നെ അടുത്തത് എന്താ,
ക്വസ്റ്റ്യൻ അവിടെ ഇടയ്ക്ക് മാറി ഇടയ്ക്ക് നിങ്ങളുടെ വീഡിയോസ് ആദ്യം എന്ത് പറ്റി മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി ഇപ്പോൾ പഴയ വൈബ് എവിടെ പോയി നഷ്ടപ്പെട്ട കൊറോണ ടൈം നഷ്ടപ്പെട്ടു കൊറോണ സമയത്ത് വീഡിയോ ഒക്കെ ഞാൻ കുത്തിയിരുന്ന് കാണുമായിരുന്നു പക്ഷേ മക്കൾ മാറിയാലും നിങ്ങൾ ഒരുപോലെ സ്നേഹത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല ആരൊക്കെ തന്നു സത്യം അതാണ് സത്യം എന്താ വെച്ചാൽ ഞങ്ങളുടെ മാറ്റത്തിന് എന്താ വെച്ചാൽ നമുക്കറിയാം ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഞങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് നല്ല മാതിരി അറിയാം അപ്പോൾ ഞങ്ങളുടെ സ്നേഹത്തിന് ഞങ്ങൾ കളങ്കം വരുത്താൻ ഞങ്ങൾ സമ്മതിക്കാറില്ല പിന്നെ മക്കളൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ എല്ലാവരും നമ്മൾ സത്യം പറഞ്ഞ പണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് മക്കള് പൂന്തോട്ടത്തിലെ കാവൽക്കാരാണ് അച്ഛനമ്മമാര് പറയില്ലേ മക്കളെ നോക്കാനുള്ള പൂന്തോട്ടത്തിലെ പൂക്കളാണ് അവരൊക്കെ അപ്പൊ നമ്മൾ നോക്കുക അവിടുത്തെ ചെടി നോക്കുന്ന ആള് അയാൾ കാവൽക്കാരനാണ് അത്രയാണല്ലോ നമ്മളും മക്കൾക്കൊക്കെ നമ്മളൊരു കാവൽക്കാരൻ അവർ വലുതായി അവരെ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരൊറ്റയ്ക്ക് ഇതാവണ വരയ്ക്കുള്ള ഒരു കാവൽക്കാരൻ അത് കഴിഞ്ഞ് നമ്മളൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെയാണെന്നല്ല ഇന്ന് ഞാൻ ശരിയൊരു കണ്ടു കേട്ടോ ഒരു വയസ്സായ അച്ഛൻ മരിച്ചിട്ട് അച്ഛനും ഉമ്മയ്ക്കും കുറച്ച് കഴിയുമ്പോൾ അമ്മയും കുഴഞ്ഞ് മരിച്ചത് അങ്ങനെ വേണം ജീവിതം ഏറ്റവും വലിയ ഭാഗ്യമാരും ഭാഗ്യവരാണ് അല്ലേ ഞാനും ആഗ്രഹിക്കാറ് അങ്ങനെയുണ്ട് ഞങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ ഒരു മരണം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടാക്കി ഇതുപോലെ ഒരു ദിവസമാണ് അത് ഞാൻ എൻ്റെ കുണുക്കനും കുണുക്കിക്ക് എന്നും ഞങ്ങൾ വേണ്ടാണ്ടാവണം അത് വരെ ഒരു ഫാമിലി വ്ളോഗ് ആകുന്നതിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ് കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന സമയം വ്ളോഗിനെ എങ്ങനെ മാനേജ് ചെയ്തു ഒരു കുടുംബ വ്ളോഗ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ എന്ത് ഉപദേശം നൽകും നമുക്ക് ജീവിക്കാൻ വേറെ മാർഗം നമ്മൾ ഈ പഠിക്ക് നിൽക്കരുത് അല്ലെങ്കിൽ നമുക്ക് നല്ല മനക്കട്ടി നല്ല മനക്കട്ടി വേണം നമ്മൾ എന്ത് കേട്ടാലും നമ്മുടെ ലൈഫിലേക്ക് ബാധിക്കുന്നത് വെച്ചാൽ എന്നെ ഇപ്പൊ ഒരു സിമ്പിളായിട്ട് കാര്യം പറയാം എന്നെ ഷെബിനെ പറ്റിയിട്ട് എന്തൊക്കെ വ്ളോഗിൽ പറഞ്ഞു അതിപ്പോ എന്റെ ഹസ്ബൻഡ് മനസ്സിൽ വെച്ചിട്ടുള്ള ഒരു കേസാണെങ്കിൽ അടിക്കും തല്ലിനും ഡോസിനും അങ്ങനെ മനസ്സിലാക്കണവർക്ക് പറ്റിയ പ്ലാറ്റ്ഫോമാണ് അങ്ങനെ മനസ്സിലാക്കണവർക്ക് മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് നമ്മൾ പലരും പലതും പറയും അത് അങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ച് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവില്ല അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് അതിനായിട്ട് എന്താന്നും ഞാൻ എന്താന്നും ഞങ്ങൾക്ക് രണ്ടുമൊക്കെ അങ്ങനെ അറിയാം അപ്പൊ അതിൻ്റെ ഇടയിൽ ആര് വന്ന് കളിച്ചാലും കളിച്ചു പോണ്ടി വരും ഡോണ്ട് വെറി ബി ഹാപ്പി അമ്മയ്ക്കും മക്കൾ എല്ലാം ഒരുപോലെ ഇനിയും നിങ്ങളും കുഞ്ഞുങ്ങളും വേണ്ടി ജീവിക്കൂ മാരേജ് കഴിഞ്ഞവരെ വിടൂ അങ്ങനെ മാരേജ് കഴിഞ്ഞവരെ നമ്മൾ പിടിച്ചു നിർത്തിയിട്ടില്ല അവർക്ക് നമ്മളൊരു ആവശ്യമുള്ള സമയത്ത് നമ്മൾ വേണ്ടേ ഇപ്പൊ കുഞ്ഞും കല്യാണം പൊന്നു വരുമ്പോ അവര് നമ്മൾ നോക്കണില്ല നോക്കാച്ചാ അവർക്ക് കാശുണ്ടാവും നമ്മളൊന്നും ചെയ്യണ്ട എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ വേണ്ടേ അപ്പൊ എങ്ങനെ ഞങ്ങൾക്ക് ഒറ്റയ്ക്കായിട്ട് ജീവിക്കാനും അറിയില്ല അതാണ് കാര്യം ഞാൻ പറഞ്ഞില്ലേ പണ്ടോട്ടേ അനിയേട്ടൻ സിനിമയ്ക്ക് പോകണമെങ്കിൽ അനിയേട്ടനും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല കല്യാണം പുതിയൊന്നും അനിയേട്ടൻ സിനിമയ്ക്ക് ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പോയിട്ടില്ല എനിക്ക് നല്ല വിഷമമായിരുന്നു അനിയേട്ടൻ പോകുമ്പോൾ എൻ്റെ അമ്മ ഉണ്ടാവും എൻ്റെ അനിയത്തി ഉണ്ടാവും എൻ്റെ ചേച്ചിമാരുണ്ടാവും അവരുടെ മക്കളുണ്ടാവും ഞങ്ങൾ ഒരുമിച്ചാണ് തൃശ്ശൂർക്ക് ബസ് കയറി സിനിമയ്ക്ക് പോയി അവിടെ സിനിമ ഉണ്ട് ഹോട്ടലിൽ കയറി ദോശയൊക്കെ തിന്ന് പാർക്കിലൊക്കെ പോയി ഇരുന്ന് അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അനിയേട്ടനെ അങ്ങനെ ഒറ്റയ്ക്ക് പോയി ഒന്നും ഇഷ്ടമില്ല ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ണോളെ കൊണ്ടിട്ട് ഹൈലൈറ്റ് മാളിൽ പോകണം ഹൈലൈറ്റ് മാളിൽ കറങ്ങുക എന്നുള്ള ഉദ്ദേശമല്ല ഞായറാഴ്ച ശനിയാഴ്ച തെറ്റി ഞായറാഴ്ച അപ്പോൾ ഹൈലൈറ്റ് മാളിലേക്ക് പോകണം ഉണ്ണോക്ക് ഹൈലൈറ്റ് മാളിൽ ഡ്രസ്സ് എടുക്കാം അപ്പോൾ ഹൈലൈറ്റ് മാളിന്നൊക്കെ ഇവര് ഡ്രസ്സ് എടുക്കുക വെച്ചാൽ അവിടെ പോയാലും ഒന്നാമത്തെ വരെ സൈസിന് കിട്ടുള്ളൂ വയസ്സ് നോക്കി ഇപ്പോൾ 7-8 വയസ്സുള്ളവരുടെ ഡ്രസ്സ് കുടിക്കുക കൊള്ളില്ല 10 വയസ്സുള്ള കൊടുക്കുന്നത് 12 വയസ്സുള്ളവരൊക്കെയാണ് കൊടുക്കൽ കൊള്ളുള്ളൂ അപ്പം അങ്ങനെ സൈസ് നോക്കി എടുക്കണമെങ്കിൽ അവിടെ പോകണം പിന്നെ 100-300-400 കൊടുത്ത് ഞങ്ങൾക്ക് 1000 ഡ്രസ്സൊക്കെ ആയി എങ്ങോട്ടും കൊണ്ടുപോകാല് കുറേ നാളെ അതിനോട് ചോദിക്കണം അമ്മ മൂന്നാർ കൊണ്ടുപോകാം അമ്മ അങ്ങോട്ട് ചെയ്യുമോ നമുക്ക് അവരെ എങ്ങോട്ടും കൊണ്ടുപോകാല്ലേ അപ്പൊ അവർക്കും അത് ഇരുന്നിരുന്ന് അവർക്കും ഒരു വിഷമായി തുടങ്ങി അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പൊ പോകാനായിട്ട് ഞാൻ അങ്ങനെ പറയാക്കായിരുന്നു കേട്ടോ അനിയനും അനിയത്തിനും മോനോണ്ടും അവരുണ്ടോ ചോദിച്ചു അപ്പൊ അവരവരുടെ വണ്ടിയിലുണ്ടോ അല്ല നമുക്ക് രണ്ട് വണ്ടിയിലാണ് പോണെങ്കിൽ നമ്മൾ പോയ സ്ഥലത്തിരിക്കുമ്പോ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യും നമുക്ക് മനസ്സിന് സന്തോഷം കുറച്ചു നേരം വർത്തമാനം ഹൈലൈറ്റ് പള്ളുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് നടക്കുന്ന അതിന് മുമ്പിൽ വന്നിരുന്നു കുറച്ചു നേരം അവിടെ രാത്രി 12 ഇരുന്നു അതൊക്കെ ഇരുന്ന് പിള്ളേർ കളിക്കുന്നതും അവരെ പറയണത് പല ദിവസം കുറ്റം ഈ കളിക്കണത് പിള്ളേർ ഈ റോക്കറ്റ് എടുത്ത സാധനമൊക്കെ വെച്ച് അത് കളിക്കുന്നുണ്ട് പിന്നെ ധനുഷ് അപ്പുറത്ത് കുട്ടീനെ അവനും ഉണ്ടാവും അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഹാപ്പി ആയിട്ട് കുഞ്ഞിനെ വെച്ചു ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയിരുന്നു കുറെ നാളത്തെ ആഗ്രഹം വടക്കുന്നത് അതിന് അവിടെ പോയി ഇരിക്കുന്നത് അതൊന്നും നടന്നു അപ്പൊ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചെറിയ നല്ല സ്ഥലമാണ് അപ്പൊ മൈഗ്രൈന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ
മൈഗ്രെയിൻ അമ്മ ഇപ്പോൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നത്? ഇപ്പോൾ എങ്ങനെയുണ്ട് മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെന്റ്? നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോകും, മൈഗ്രെയിൻ്റെ വേദനയുടെ ഗുളിക ഒരു 5-10 മേടിക്കും, അതുകൊണ്ട് ഹാൻഡ് ബാഗിൽ ഡപ്പയിലിട്ട് വെക്കും, വേദന വരുമ്പോൾ കഴിക്കും, വേദന മാറുന്നവർക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, വേദന മാറി കഴിഞ്ഞ് നിർത്തും, വീണ്ടും വേദന വരുമ്പോൾ കഴിക്കും. ഇപ്പം ഇതാണ് ട്രീറ്റ്മെന്റ്. ഞാനാണ് ഡോക്ടർ സംഗീത അനിൽകുമാർ. ന്യൂ ബിസിനസ് എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, തട്ടിമുട്ടി മുട്ടി നട്ട് നമുക്ക് പോകുന്നു. പിന്നെ ബിസിനസ് നടത്തുമ്പോൾ നിങ്ങളോടൊക്കെ എന്നോട് പഴയ സ്നേഹം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടുന്നത്. നിങ്ങളെ പറ്റിച്ച് 10 രൂപ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല ഞാൻ. എനിക്ക് കിട്ടുന്നതിന് എൻ്റെ ലാഭം കൂടെ എടുത്തിട്ടാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. ജോർജറ്റിൻ്റെ മെറ്റീരിയൽ റേറ്റ് ഉണ്ട്, നമുക്ക് ആദ്യം കിട്ടുന്ന റേറ്റിലല്ല ഇപ്പം കിട്ടണത്. ഓണായിട്ട് എല്ലാ ഡ്രസ്സുകൾക്കും അവർ റേറ്റ് കൂട്ടി, അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുണ്ട്. പിന്നെ കൊറിയർ കിട്ടിയിട്ടില്ല, നമ്മൾ അയക്കാണ്ടല്ല, നമ്മളെല്ലാവർക്കും അയക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് രാത്രി, ഇന്നിപ്പോൾ പകലൊക്കെ ബുക്ക്, രാത്രി 10 മണിക്ക് ശേഷമുള്ള ബുക്കിംഗാണ് പിറ്റേ ദിവസം ഞങ്ങൾ പാക്കുള്ളൂ. ഇവിടെ നിന്ന് ഞങ്ങൾ ഷോപ്പ് അടച്ച് എപ്പോഴാണ് പോകണം അതുമായിരിക്കുള്ള ബുക്കിംഗ് ഞങ്ങൾ പാക്ക് ചെയ്ത് ഒട്ടിച്ചിട്ട് ഞങ്ങൾ പോവുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അയക്കും. പക്ഷെ കിട്ടാത്തത് ഇപ്പൊ ഈ ഓണത്തിന്റെ എന്തൊക്കെ കൊണ്ടായിരിക്കും, വേറെ ഒന്നും പിന്നെ ഒരേ ഒരു ദിവസത്തെ ഇതിന്റെ കൊറിയർ അയച്ചതിന്റെ അന്നൊരു 10-30 ഉണ്ടായിരുന്നു. തിരക്കുള്ളപ്പോ അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു അവിടെ വെച്ച് പൊക്കോളാൻ പറഞ്ഞു ഞങ്ങളോട്. കിട്ടാത്തുള്ളൂ. ഞാനിപ്പോ ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എന്നെ കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ അയച്ചിട്ടുണ്ട്, എന്താന്ന് എനിക്ക് അറിയണില്ല എന്നു. മാനേജര് സംസാരിക്കുന്നതും അല്ലാത്തവരും ഉണ്ട്. അപ്പൊ നമ്മളെ അവസ്ഥ മനസ്സിലാക്കാത്തവർ നമ്മൾ അയച്ചിട്ടുണ്ട്, പക്ഷെ കിട്ടാത്തതിന് ഇപ്പൊ നമ്മൾ എന്താ പറയാ, ആ ട്രാക്കിങ്ങിന്റെ ഇത് കൊടുക്കാൻ അത് അവരുടെ വിട്ട പോസ്റ്റ്മാൻ അവര് വിട്ട് അവർ തന്നൂല്ലേ ഞങ്ങൾക്ക്. അത് എങ്ങനെ പറഞ്ഞാലും സത്യമായിട്ട് നിങ്ങൾക്ക് വരുന്നില്ല. അത് നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യാച്ചിട്ടാ നമ്മൾ സത്യം. അപ്പൊ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ആ കുട്ടി ബ്ലാക്കും ഗ്രീനും ഒരു ചുരിദാർ മെറ്റീരിയൽ ആയിരുന്നു ഏൽപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വേറെ അയച്ചു തരാം. അപ്പൊ ആ കുട്ടികൾ വേണ്ട വെച്ച് ഞാൻ ഓണത്തിനായിട്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇന്ന് ആ കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ നാളെ ഞങ്ങളുള്ള ഒരു മെറ്റീരിയൽ ഞാൻ അയച്ചു കൊടുക്കും. നല്ലത് തന്നെ, ഞങ്ങൾക്ക് വേറെ കാശാണ് ആ റേറ്റിന് തന്നെ. പിന്നെ ഗ്രീനും ബ്ലാക്കും വരുമ്പോ ഞങ്ങൾ അയച്ചു കൊടുക്കും, അതിന്റെ നഷ്ടം ഞങ്ങൾ സഹിക്കും. നമ്മൾ ഒരുപാട് ഒരാളെ പറ്റിച്ചിട്ട് നമ്മളൊന്നും നേടുന്നില്ല. അങ്ങനെ നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല. നിങ്ങളുടെ വിശ്വാസം സന്തോഷമാണ് ഞങ്ങളുടെ വലുത്. പിന്നെ കളർ കണ്ടിട്ട് ആ കളറല്ല ഈ കളർ, നമ്മൾ വീഡിയോയിൽ കാണുന്ന എല്ലാ കളറും നമ്മൾ വിശ്വസിക്കും. നമ്മളിപ്പോൾ കല്യാണമല്ലോ അല്ലെങ്കിൽ ഏത് വലിയ തുണിക്കടയിൽ പോയി നമ്മൾ തുണി എടുക്കുമ്പോൾ ആ ലൈറ്റിന്റെ അടിയിൽ കാണുന്ന കളർ ആവില്ല നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുക, അത്ര മനസ്സിലാക്കണം. ഒരാളെ മനസ്സിലാക്കാത്തുള്ളൂ. ഒരു ബ്ലാക്ക് സാരി എടുത്തിട്ട്, അത് ജോർജറ്റിലെ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നരച്ച ബ്ലാക്ക് വരില്ല, അതൊക്കെ അത്രയും ഉറപ്പാണ്. പലരും ഞങ്ങൾ വിചാരിച്ച ബ്ലാക്ക് അല്ലാണ്ട് നമ്മളിപ്പോ എന്താ ചെയ്യുമ്പോൾ കൊന്നു. പക്ഷെ ഇത്രയും നാളാഴ്ച ഒരാൾ പോലും നമ്മളോട് മോശപ്പെട്ട അല്ല, അത് വേറെ ആളാ, അത് വേറെ ആളാ, ഡിസ്കൗണ്ട് അതിന്റെ റേറ്റ് കുറവിന് അത് വേറെ ആള് ഒരു അമ്മ. അപ്പൊ ഈ ആള് പറഞ്ഞു ഞാൻ അത് അയച്ചു തരാം. കുഴപ്പമില്ല, അയച്ചു പോലാണ്. ഇപ്പൊ നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ റീഫണ്ട് ഇല്ല, അത് ഞാൻ അവരോട് പറഞ്ഞില്ല. റീഫണ്ട് ഇപ്പൊ എവിടെ ഏറ്റവും വലിയ തുണിക്കടയിൽ പോയി എടുത്താലും റീഫണ്ട് ഇല്ല. ഡാമേജ് ഒക്കെ ആണ്, അല്ല ഒന്നിനും റീഫണ്ട് ഇല്ലല്ലോ. ഡാമേജ് ആണ്, റീഫണ്ട് ഇല്ല. നമുക്ക് പകരത്തിന് നമുക്ക് എന്തെങ്കിലും എടുക്കാം നമ്മുടെ കയ്യിൽ നിന്ന്, അങ്ങനെയുള്ളൂ. പക്ഷെ നമ്മൾ എത്ര സത്യസന്ധയിൽ ബിസിനസ് നടത്തിയാലും മനസ്സിലാക്കാത്ത ഒരു 3-4-5 ആൾക്കാരുന്നല്ലേ. ഇപ്പൊ ഇത്ര നാളെ നമുക്കൊരു എത്രയോ കൊറിയർ ഞങ്ങൾ അയച്ചൊരു 3-4-5 ആൾക്കാരുള്ളൂ നമുക്ക് നെഗറ്റീവ് ആയിട്ട് വന്നത്, വേറെ ആരും ഇല്ല. അത് ഞാൻ സത്യസന്ധമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് ഒരു കുട്ടി വിളിച്ചു, ആ കുട്ടി തന്നെ എന്തോ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ചേച്ചി എത്ര ദിവസം കിട്ടിയില്ലല്ലോ, കിട്ടാഞ്ഞിട്ടും മൂപ്പര് എന്നുള്ള വിശ്വാസം കൊണ്ട് വീണ്ടും കൊറിയർ അത് കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വേറെ അയച്ചു തരാം, കിട്ടുന്നില്ലെങ്കിൽ വേറെ അയച്ചു. ചേച്ചി നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് കിട്ടിയിരിക്കും, നമുക്ക് എന്താ ചെയ്യാ. ഞാൻ പറഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കുട്ടിക്ക് കിട്ടിയിട്ടാ. അപ്പൊ നമുക്ക് അതൊരു സന്തോഷം. ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് കിട്ടിയിട്ടാണ്. പിന്നത്തെ കുട്ടിക്ക് പറഞ്ഞു ചേച്ചിക്ക് സ്പീഡ് ബോക്സിലായിക്കോ. പിറ്റേ ദിവസം എക്സ്ട്രാ കാശ് തരാണ്. എക്സ്ട്രാ പിറ്റേ ദിവസം ഞാൻ സ്പീഡ് ബോക്സിലാണ് ഇന്ന് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അയച്ചത്. അപ്പൊ അങ്ങനെയുള്ളവരും ഉണ്ട്. നമ്മൾ മനഃപൂർവ്വം നിങ്ങളെ ഒരാളെ ചതിക്കില്ല. ചേച്ചി ഓണം വീഡിയോ എല്ലാവരും ഉള്ളത് വീഡിയോ ചെയ്യണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇപ്രാവശ്യം ഓണം ഇല്ലെങ്കിലും ഞാൻ പൊന്നിനോട് പറഞ്ഞിട്ടുള്ളത്, പൊന്നു ഓണാണ്, നമുക്ക് എല്ലാവർക്കും അവിടെ കൂടാം, നമുക്ക് ഫുഡ് ഒരു 5-6 ഊണ് ഏൽപ്പിക്കാം, സദ്യ ഒക്കെ ഉണ്ടാക്കി വന്നത് ഓണം ആഘോഷിച്ച പോലെ തന്നെ. ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ച് രാവിലെ വല്ല അമ്പലങ്ങളിലേക്ക് ഒന്ന് തൊഴാൻ വീട്ടിലിങ്ങനെ ഇരിക്കണേക്കാൾ പറ്റുന്ന സമയമാണ്. ഇപ്പൊ ഈ മാസം 2 പ്രാവശ്യമൊക്കെയാണ് ഡേറ്റ് ആവണം. അപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല, ഡേറ്റ് ഒന്നും അല്ല, നമുക്ക് പറ്റുന്ന സമയമാണെങ്കിൽ നമ്മൾ പോകും. എന്നിട്ട് ചോറ് എവിടെ നിന്ന് അരിപ്പിച്ച് അവിടെ നിന്ന് മേടിച്ചോണ്ട്, അപ്പൊ പൊന്നു ഷെബി അച്ചൊരു കാത്തോട് ചോദിച്ചു, ഞാൻ ഇവിടെ ഉണ്ടാവില്ല അമ്മ, ചിലപ്പോ ഉണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം വെക്കാനാണ്, ഞങ്ങൾക്ക് അതാണ്.
അത് അവരെ ആഗ്രഹങ്ങളല്ലേ, എല്ലാവർക്കും ഓരോ ആഗ്രഹം. അപ്പോൾ ഓക്കെ പറഞ്ഞപ്പോൾ ഉറപ്പ് പറയില്ല, 199% ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് ആഗ്രഹിക്കാനേ പറ്റും. ഒരുക്കുന്നില്ല. അതേമാതിരി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും അല്ല പറ്റില്ല. അച്ഛൻ മരിച്ചിട്ട് 1 കൊല്ലം ആവണുള്ളൂ, അച്ഛനും അമ്മയും മരിച്ചിട്ട്. അപ്പൊ പ്രാവശ്യങ്ങൾക്ക് ഓണമില്ല. അതാണ് സത്യം. പൊന്നൂനെ എന്താണ് നിങ്ങളുടെ വ്ളോഗിൽ കാണാത്തത്? നിങ്ങൾക്ക് അറിയാലോ എന്താണെന്ന്. എനിക്കും അറിയില്ല സത്യം പറഞ്ഞാൽ. ഷോപ്പ് എവിടെ? ഷോപ്പ് കുന്നംകുളത്ത് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ. അതായത് ബസ്സിൽ വന്നിറങ്ങണവരാണെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ കവാടം പുതിയ ഫ്രണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. പുറത്ത് ഇറങ്ങിയിട്ട് റൈറ്റിലേക്ക് 10 അടി നടക്കുമ്പോൾ 4 കൂടിയ വഴി കാണാം. അതിൽ ലെഫ്റ്റ് അവിടെ ഒരു വണ്ടിയിൽ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന വണ്ടി മറ്റേ റോഡ് 2 പാടത്തിൻ്റെ ഇട കൂടെ. അത് 10 അടി നടക്കുമ്പോൾ ഗ്ലോറിയ ചെരുപ്പടം, ഗോൾഡ് ചെരുപ്പടം കാണാം. അതിലെ ഗ്ലോറിയ ചെരുപ്പട മുകളിൽ കേട്ടോ. 10 മിനിറ്റ് അവിടെയാണ് ഷോപ്പ്. പൊന്നുമായി പ്രോബ്ലം ഒന്നുമില്ലെന്ന് നിങ്ങൾ പറയുന്നു, അത് ചുമ്മാതാണ് മനസ്സിലാവുന്നു. ഇപ്പോൾ ഷെബിനും പൊന്നും മടുത്തോ? കുഞ്ഞിനും അച്ഛനും അതെങ്ങനെ നമ്മുടെ മക്കളെ നമുക്ക് മടുക്കുക? എനിക്കതാ അറിയണമൊക്കെ. ഞാൻ അവരെ മടുക്കാൻ ഞാൻ അവരെ എടുത്തുകൊണ്ട് നടക്കല്ലോ. എടുത്ത് നടന്നേക്ക് മടുത്തു എന്ന് പറയാം. ഷെബിനും കുഞ്ഞിനും പൊന്നിനും ഞാൻ എൻ്റെ ഒക്കത്ത് വെച്ച് നടക്കല്ല. അവരവരുടെ സ്വന്തം അവരുടെ കാലം അവർ നമുക്ക് മടുക്കേണ്ട കാലം. അവരെപ്പോഴും വരുന്നു സന്തോഷത്തിന് എല്ലാവരും കൂടി ഭക്ഷണം ഇങ്ങനെയാണല്ലോ. ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ലോകത്ത് പിന്നെ ഒരു അച്ഛനമ്മമാർക്ക് ഒരു കുട്ടീണ്ടായ പോരെ. ഒരാളുണ്ടെങ്കിൽ മറ്റാളെ മടുക്കണമെങ്കിൽ എന്തെങ്കിലും 3-4 ജന്മം നൽകണ്. എല്ലാ മക്കളും ഒരുപോലെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം. എനിക്ക് ഈ നിമിഷം വരെ എല്ലാ മക്കളും ഒരുപോലെയാണ്. പിന്നെ അകലച്ച കാണിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഹായ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ ഒന്നും വിടാതെ കാണാറുണ്ട്. കുണുക്കനെയും കുണിക്കുകയും വീഡിയോയിൽ കൂടുതൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. നമ്മുടെ കൃപ കച്ചവടം ഉയരങ്ങളിൽ എത്തട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. കുണുക്കനും കൊണ്ടുവരുന്നേക്കും നമ്മൾ ഞങ്ങൾക്കും കുണുക്കനെ കാണാൻ കിട്ടും. രാത്രി ആകുമ്പോൾ കെട്ടിപ്പിടിച്ച് മുമ്പേക്ക് ഉറങ്ങി കിട്ടുള്ളൂ. അത്ര ഞങ്ങൾക്കും പറ്റണുള്ളൂ. ഇപ്പം നമ്മളെ അവസ്ഥ അങ്ങനെയാണ്. ആ അച്ഛനും അമ്മയും എന്നും അവരുടെ വീട്ടിൽ തന്നെയാണ്. സ്വന്തം കാര്യങ്ങൾക്ക് അനുസരിച്ച് അവിടേക്ക് വരുന്നതും വരാത്തതും അവരുടെ മക്കളും മരുമക്കളാണ്. 2 ചെറിയ കുട്ടികളെയും കൊണ്ട് ജീവിക്കാനുള്ള തന്ത്രപ്പാടിലാണ് അച്ഛനും അമ്മയും. എന്നാലും അവർ ഏത് മക്കളെയും മരുമക്കളെയും തന്നാലാവും വിധം നോക്കുന്നുണ്ട്. അതിലും നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് ആ മക്കളും മരുമക്കളാണ്. ശരിയല്ലേ? അപ്പോ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, മാതിരി മക്കള് മനസ്സിലാക്കണില്ല മാത്രം. അത്രേ ഉള്ളൂ. ചിലപ്പോ മനസ്സിലാക്കണ്ടാവും, ചിലപ്പോ മനസ്സിലാക്കണ്ടാവും, ചിലപ്പോ നമുക്ക് മനസ്സിലാവാതെ പക്ഷെ നമ്മളൊരു കാലൊക്കെ കഴിഞ്ഞാൽ നമ്മളെല്ലാം എന്ത് ചെയ്താലും തെറ്റില്ല. പിന്നെ ഒരു കഥയുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് പറഞ്ഞിട്ട് കഥയാണ്. 2 വീട് അല്ല, എന്നും ഒരു വീട്ടിൽ നിന്ന് ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മം കൊടുക്കും. അപ്പം എല്ലായിടത്തും എങ്ങനെയാ പറയുക, ഭിക്ഷ എന്ന് പറയില്ലേ, അങ്ങനെ എന്നും ഭിക്ഷ ചോദിച്ചു വരുമ്പോൾ ഇന്നും കൊടുക്കും. അപ്പുറത്തെ വീട്ടിലത്തെ ആൾ ഒരു ദിവസം പോലും കൊടുക്കില്ല. അപ്പം ഈ ആൾ കൊടുക്കുന്ന ആൾക്ക് അത് എന്തോ ഒരു കാരണവശാലും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പുറത്തെ വീട്ടുകാർ കൊടുത്തു ഒരു നേരം. കൊടുത്തപ്പോൾ ആ ധർമ്മം സ്വീകരിച്ചാൽ എന്നും കൊടുക്കണ വീടിൻ്റെ മുന്നിൽ നോക്കിയിട്ട് നാശമായി പോട്ടെ, നശിച്ച് പോകാണ്ട് പ്രാഗിയിട്ട് പോയി. അപ്പം അത്ര നമ്മൾ എന്തൊക്കെ എന്നും ചെയ്താലും ഒരു നേരം നമ്മുടെ എന്തെങ്കിലും വന്നു പോയാൽ പോലും പൊറുക്കാൻ പറ്റാത്ത തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഉണ്ടോ ഇല്ല നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ മക്കളോടായിരുന്നു ഞാൻ തെറ്റ് പറയാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞില്ലേ, തെറ്റിപ്പോ അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. അങ്ങനെ അതിപ്പോ മക്കളെ അല്ലാട്ടാ പറയാ, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് മൊത്തത്തില്. അപ്പൊ അവര് നമ്മളോട് നന്ദി കാണിക്കണം, അതൊന്നും നമ്മൾ ചിന്തിക്കണില്ല. വിഷമങ്ങള് അത് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളോട് എപ്പോഴും ചോദിച്ച് നമ്മുടെ കമന്റിൽ വന്നിട്ട് പൊന്നിനെ കാണാല് കേൾക്കുമ്പോൾ പിന്നെ പറഞ്ഞത് മൊത്തം കുഞ്ഞിന് കൂടിയിട്ടാണ്. കുഞ്ഞിനെ ഇടപ്പോ പൊന്നിന് വേണ്ട പൊന്നു. അപ്പൊ അതിനും വായിക്കുമ്പോ അതും പറയും, അമ്മ ഞാൻ കാരണമാണെന്ന് പറയണം അമ്മ എല്ലാവരും എന്ന് പറയുമ്പോൾ അതിന്റെ മനസ്സ് വേദനിപ്പിച്ച് അത് എന്ത് കാരണം അത് ഇവിടെ വന്നു. അതിന്റെ ഒരു അവസ്ഥ, അതിന്റെ ഒരു സാഹചര്യം മൂലം അത് ഇവിടെ എത്തി. അപ്പൊ അത് അവിടെ നിക്കട്ടെ, അവളെ പ്രസവം തീരെ ഭാഗ്യമില്ലാത്ത ഒരാൾ. അത്രേ ഉള്ളൂ. അവൾക്ക് ഈ പറഞ്ഞ മാതിരി ചെറുപ്പത്തിൽ തന്നെ വലിയൊരു അസുഖം കൊടുത്ത് അതിന്റെ ഇരട്ടി വേദന എന്റെ മോള് തിന്നു. കൊറേ വേദന. 29 ഇഞ്ചക്ഷൻ നട്ടലുമൊക്കെ അടിക്കാന്ന് വെച്ചാൽ നിസ്സാര കാലം. നട്ടലുമ പ്രസവത്തിന് സിസേറിയനിൽ നട്ടലും ഇഞ്ചക്ഷൻ അതുപോലെ വളച്ച് 29 ഇഞ്ചക്ഷനാണ് കുഞ്ഞിന് നട്ടലിന് അടിച്ചിരുന്നത്. ഇപ്പൊ കുഞ്ഞിനെ കാണുമ്പോൾ ക്ഷീണിച്ചിട്ട് നിന്നെ കാണാൻ ഒരു വൃത്തിയില്ല, നിന്റെ ചെറിയ വൃത്തിയിലൊക്കെ ആൾക്കാർ കമന്റ് ഇടുമ്പോൾ ഭയങ്കര വിഷമം. വേറൊരാളെ പറ്റിയിട്ട് ഒരാളുടെ ഷേപ്പാണ്
അതായത് എന്ത് ഷൈപ്പായാലും രേണുസുതി അതാണ്, അത് മനുഷ്യരല്ലേ, അത് മനുഷ്യരല്ലേ. നമ്മൾ അങ്ങനെ ഒരാളെ പറ്റി പറയാം. അല്ല, ഞാൻ എന്റെ മക്കളെ പറഞ്ഞോണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല. എന്നാലും അവർക്ക് അത് ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങൾ വന്നിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവും പല കാലഘട്ടങ്ങളിലും. അപ്പൊ അതിന് നിങ്ങൾ പരമാവധി പറയണത് പറഞ്ഞോളെ. അല്ല, ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ നെഗറ്റീവ് പറഞ്ഞോണ്ട് എനിക്ക് പറഞ്ഞില്ല. എന്നാലും നമ്മുടെ വിഷമം നമ്മൾ പറഞ്ഞല്ലോ. അവള് ഇങ്ങനെ വിഷമില്ലേ, 29 ഇഞ്ചക്ഷൻ ഒരു നട്ടലും മേടിക്കാന്ന് വെച്ചാല് നമ്മളുണ്ടല്ലോ, നമ്മള് ഈ ക്യാൻസർ രോഗികളൊക്കെ ഉണ്ടല്ലോ, ഓരോരുത്തരെ ആ രേണുസുതിനെ, എനിക്ക് ആ കുട്ടീനെ നേരിട്ട് ഒരു പരിചയമില്ല, ഒരു തരത്തിലും രേണുസുതി ഞാൻ തമ്മിലൊരു ബന്ധമില്ല, ഒരു കാര്യങ്ങളില്ല. പക്ഷെ ആ ഒരു ക്യാൻസർ ആയിട്ടിരിക്കുന്ന ആ ഒരു പെണ്ണിന് ഒരു പരമാവധി ഒരു മര്യാദ കൊടുക്കാണ്ട് സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരു സ്ത്രീയാണ്, ഇത്രയോ വേദനകൾ തിന്നിട്ട് എന്താ വെച്ചാൽ അതെനിക്ക് തന്നെ അറിയാം. ആ പെണ്ണ് ഇപ്പൊ തിന്നുന്ന വേദന ഞാൻ എൻ്റെ മോളിൽ കണ്ടിട്ടുണ്ട്. ആ ഹിമോ ചെയ്യുമ്പോഴേ അവർ എത്രത്തോളം വേദന അനുഭവിച്ചിട്ട് അത് കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താണെന്നൊക്കെ അറിയണ തൊട്ടറിഞ്ഞിട്ട ആളാണ് ഞാൻ. അപ്പൊ നിങ്ങൾ ഈ പറയുമ്പോൾ ഇതൊക്കെ വരാൻ അധികം നേരമൊന്നും വേണ്ട കേട്ടോ. ഈ ക്യാൻസർ എന്നുള്ള രോഗം നമ്മുടെ എല്ലാവരും ദേഹത്തുണ്ട്. അത് ചില ഒരു അണുക്കളാണ്, അതൊരു തരിയാണ് കൂടി കഴിഞ്ഞാൽ ക്യാൻസറിലേക്ക് എത്തി. അത് ആർക്കും വരാണ്ടിരിക്കണേ. പിന്നെ ഒരു പരിധിയില്ല. ആ പെണ്ണിനെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ പറയുമ്പോഴേ അതും ഇപ്പൊ ഇന്ന് ഞാൻ കുറെ ദിവസം ഫോൺ എടുക്കാതെ ഇന്നാണ് എൻ്റെ ഒരു വീഡിയോ കണ്ടു. ആ മുടിയൊക്കെ ഇങ്ങനെ വേറെ മുടി വെച്ച് കണ്ടപ്പോ വിഷമമായിട്ട് അവളൊരു അതിനൊരു നല്ല കാലം വന്നതായിരുന്നു. എങ്ങനെയോ ആവട്ടെ, ഒരു നല്ല കാലം അതിനെ അനുഭവിക്കാനും യോഗ്യത ഒന്നും ഇല്ലാണ്ടായി അങ്ങനെ. അപ്പൊ ചിലര് ഇതില് അവളെ ഞാൻ പറയട്ടെ, ഒരു അസുഖമുള്ള ഒരാളല്ല, അതൊരു മര്യാദ കാണിക്കാനോ അതും മര്യാദ കാണിക്കാത്തൊരു സമൂഹം. എന്താണ് ഇത്? ഈ ഏത് തരത്തിലുള്ള അസുഖങ്ങളായാലും ആർക്കും വരില്ല എന്നുള്ള ഒരു ഉറപ്പിലാണ് എന്താണ് നിങ്ങളൊക്കെ പറയണത്? അതൊക്കെ അറിയാത്ത നമുക്ക് ഈ അസുഖം വരില്ല, നമുക്ക് ഉറപ്പ്. ഇപ്പൊ ഇരിക്കണ എനിക്ക് ആ അസുഖം ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കിയാലേ അറിയുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ സമയം എടുത്ത് ഇപ്പൊ നമ്മൾ എത്ര നോക്കിയാലും അറിയാത്തത് അറിയില്ല. ആ സമയം നമ്മളെന്നെ അറിയിക്കുള്ളൂ. സമയത്ത് ചിലപ്പോ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ അത്രയും കുറഞ്ഞ സമയം കൊണ്ടൊക്കെ ആൾക്കാർ മരിക്കണം ഇത് ഈ അസുഖങ്ങളുള്ളവര്. അപ്പൊ പരമാവധി എന്റെ കുറ്റപ്പെടുത്തിയോളെ പരമാവധി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ദാക്ഷിണ്യം കാണിക്കാൻ ഒരു അപേക്ഷ, അത്രേ ഉള്ളൂ. അതായത് കുഞ്ഞിന്റെ മോളായാലും അവർക്ക് ദീർഘായുസിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് അവരെ അടുത്തുള്ള കാലം വരെ സ്നേഹിക്കാമല്ലോ, പേരക്കുട്ടികളെ. അവർ നമ്മളെ അടുത്ത് നിന്ന് മാറണമായിരിക്കും, നമുക്ക് അവരെ കെട്ടിപ്പിടിക്കാൻ സ്നേഹിക്കാം. ഇപ്പൊ സത്യം അടുത്ത വീട്ടിലൊരു ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണി 90 കഴിഞ്ഞ ഉണ്ണി ഗൾഫിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അന്ന് ആ ഉണ്ണിനെ ഞാൻ കാണാനൊന്നും പോയിട്ട് കേട്ടാ. 90ന്റെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ണിനെ കാണുന്നത്. എന്താ വെച്ചാൽ ഞാൻ പോവാതെ നിൽക്കുന്ന ദിവസം ചിലപ്പോൾ വെള്ളിയാഴ്ചയാവും അല്ലെങ്കിൽ ചൊവ്വാഴ്ചയാവും. അപ്പൊ ആ ദിവസം ഒന്ന് പ്രസവിച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റില്ല. പിന്നെ സന്ധ്യ നേരത്തേക്ക് നമ്മൾ ജോലി കഴിഞ്ഞാൽ ആ നേരത്ത് പിന്നെ ഇപ്പൊ ഓരോ അസുഖങ്ങളൊക്കെ ഇനി പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ കുണുക്കിന് പനിയുണ്ടാവും, കുണിക്കിന് പനിയുണ്ടാവും. അപ്പൊ ആ നേരത്ത് നമ്മൾ പോയിട്ട് ആ ഉണ്ണിക്ക് അത് പകർത്തിയിരുന്നു നമ്മളതിലൊരു നേട്ടം തരുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര ദിവസം. പിന്നെ ആ 90 പോയി പിറ്റേ അതിന്റെ പിന്നത്തെ ആഴ്ച പോവാ ഞാന്. ഇവിടുന്ന് ഷോപ്പ് അടച്ച് വരുന്ന മഴ സമയത്താണ് ഞാൻ അവിടെ ഇറങ്ങി ഉണ്ണീനെ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് സുക്കുടു ഉണ്ണിയോട് വിളിച്ചായിരുന്നു. അപ്പൊ നമുക്ക് ഏത് കുട്ടികളെ കണ്ടിട്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ചില കുട്ടികളെ കണ്ടെങ്കിൽ നമുക്ക് എടുക്കാതെ അതിനെങ്ങനെ എടുക്കാൻ തോന്നിട്ട് ആ 90 കഴിഞ്ഞിട്ട് ആ മണ്ഡപത്തിൽ കുറെ നേരം ഇരുന്ന് കുട്ടീനെ എടുക്കാതെ പൂതിയില്. ഇത് രാത്രി അന്ന് തിരക്കായിരുന്നു. ഇത് രാത്രി ആകുമ്പോൾ ഉണ്ണീനെ വീട്ടിൽ പോയി ഉണ്ണീനെ കണ്ട് ഉണ്ണീനെ എടുത്തിട്ടാ വന്നത്. നമുക്ക് കുട്ടികളോടുള്ളൊരു ഇഷ്ടമാണ് കേട്ടോ അത്. അതിപ്പോ നാളെ കുഞ്ഞിനും ഉണ്ണി ഉണ്ടാകുമ്പോഴായാലും നമ്മുടെ കാത്തുമ്മയായാലും ഒക്കെ നമ്മുടെ ജീവന് കാർത്തൂര് കെട്ടി ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയ്ക്കുമ്പോ നമുക്ക് എന്താണ് മനസ്സിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് എത്രയാന്ന് നമുക്ക് പറഞ്ഞറിയില്ല. ചിലപ്പോൾ ഒരു അമ്മാമ്മ ആവേണ്ടി വരും. ചിലപ്പോൾ എൻ്റെ ഈ ഫീലിങ്സ് ഒരു അമ്മാമ്മ എന്നുള്ള നിലയ്ക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അമ്മാമ്മ എന്ന് പറയുമ്പോഴേ അത് വേറൊരു ഫീലാ, മക്കളെക്കാളും വേറൊരു ഫീലാ ഒരു അമ്മാമ്മ എന്നുള്ളൊരു ഇതില്. എൻ്റെ കാർത്തൂര് കാണുമ്പോഴായാലും കാർത്തൂര് കാണാൻ കിട്ടാണ്ടാകുമ്പോ ഭയങ്കര വിഷമമാണ്. പക്ഷെ നമ്മള് അതിലൊക്കെ അഡ്ജസ്റ്റ് ആവണല്ലോ. കാർത്തു തിരക്കിലാണ്, അതിന്റെ സീരിയലും കാര്യങ്ങളൊക്കെ. അപ്പൊ അവളും തിരക്കാണ്, വലിയ ഉയരങ്ങളിൽ അത്ര അവള് ഹാപ്പി ആയി. അവള് വലിയ ഒരു സീരിയൽ നടിയൊക്കെ ആയിട്ടുള്ള കാണാം, സീരിയലും സിനിമയിലൊക്കെ ആയിട്ട് കാണാം. ഞങ്ങളും ഹാപ്പിയാണ്. നമ്മുടെ കുഞ്ഞു കുട്ടികളല്ലേ, നമ്മള് വളർത്തിയെന്നല്ല എടുത്ത് നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്ന ഉണ്ണികളല്ലേ. അപ്പൊ അങ്ങനെ. അപ്പൊ ഇത്രയും പറഞ്ഞോണ്ട് നമ്മൾ അവസാനിപ്പിക്കാണ്. പോയാലാ? പോട്ടെ. ബൈ.